ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് അവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ കോളേജ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് നേരെ കോളേജിൽ പോകണം. കോളേജിൽ കുറേ പരിപാടിയുണ്ട്. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് PG തലത്തിൽ ഒരു സെമിനാറും അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് ഡെക്കറേറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വ്ളോഗൊന്നും എടുത്തില്ല, ഫുള്ള് തിരക്കായിരുന്നു. പിന്നെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റീലും നല്ല ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വ്ളോഗ് എടുക്കാനായിട്ട് ഒരു മൂഡില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ വന്ന് ഒരു ചാർജായി. അതുകൊണ്ട് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് ഇനി നേരെ കോളേജിൽ പോയിട്ട് കോളേജിലെ കുറച്ച് പരിപാടിയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ആരെയും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അപ്പോൾ ഇനി നേരെ കോളേജിൽ പോട്ടെ. അപ്പോൾ അനന്ത് പിക്ക് ചെയ്യാൻ വരും. അനന്തുവിൻ്റെ കൂടെ നേരെ കോളേജിൽ പോകണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അവിടെ ഡെക്കറേഷൻ പൂവും അങ്ങനെ കുറച്ച് വാങ്ങാനായിട്ടുണ്ട്. അപ്പോൾ നേരെ ഓഫ് ടു കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ്. അങ്ങനെ പൂവ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ. പൂവ് അവിടെ ഇരിപ്പുണ്ട്, എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൂവ് അവിടെ പൊതിഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട്. അവൻ തിരി വാങ്ങാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ വിസ്മയിൽ ഡൈറ്റ്സ് വാങ്ങാൻ വന്നേക്കാണ് കേട്ടോ, ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ വെറൈറ്റി ഉണ്ട്, നമുക്ക് ഏറ്റവും കുറച്ച് നോക്കി എടുക്കാം ഗൈഡ് ചെയ്യും ഗൈസ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ടല്ലോ ഗൈസ്. അങ്ങനെ വിസ്മയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നേക്കാണ്. നമ്മൾ ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഗൈഡ് ചെയ്യും. പിന്നെ ഇവിടെ വന്നപ്പം ഇവിടെ കട തുറന്നില്ല, അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഇവിടെ ഇപ്പം ആരുമില്ല കേട്ടോ, കാരണം നമ്മളാണ് ആദ്യമേ വന്നത്. ആരുമില്ല, സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ക്യാഷ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാം കേട്ടോ ഗൈസ്. ഇതൊക്കെ നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. കുറേ ബലൂണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചെന്ന് പൂവും അതൊക്കെ അവിടെ താഴത്തുകൊണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നേ. പിടിച്ചു മാറ്റവനെ. ഞാൻ ഈ കണാപ്പനെ മാറ്റിയിരുത്തിയതാ. കല്യാണ വീടായിപ്പോയി, അല്ലെ ഞാൻ ചവിട്ടി ഇറക്കിയനെ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അത് പറഞ്ഞിട്ടുണ്ട് വരും ഗൈസ്. അങ്ങനെ NDRFന്റെ ക്ലാസ്സാണ്, സെമിനാറാണ് എടുക്കുന്നത്. അപ്പം ആളുകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. അങ്ങനെ പരിപാടി കഴിഞ്ഞ് കണ്ടില്ലേ, ബക്കറ്റും തൂക്കി ആക്രിയും പറക്കിക്കൊണ്ടിരിക്കുന്ന ആക്രി ആദിത്യൻ കണ്ടില്ലേ. കണ്ടോ ഗൈസ്, എല്ലാവരും കുപ്പി ഇതിൻ്റെ അകത്താണ് ഇട്ടിരിക്കണം. നമ്മൾ മാത്രമുണ്ട് വൃത്തിയാക്കാൻ. നീ അയ്യോ കണ്ടില്ലേ, ഓരോരുത്ത് കൂട്ടി കൂട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ബലൂണൊക്കെ നമ്മൾ ഇന്നലെ ചെയ്തതാണ്. കുപ്പിയൊക്കെ ഓരോന്നിടത്ത് സെറ്റ് ചെയ്തിട്ട് വരാം. ചെയ്യുന്നില്ലല്ലോ, എന്തോ സ്മാർട്ടല്ലേ. ആർട്ടിസ്റ്റ് നന്ദനെ അകത്ത് ഫലഭൂഷ്ടമായ മണ്ണും ചാണകവും അടങ്ങുന്ന മിശ്രിതം ഉള്ളതുകൊണ്ട്
അറ്റൻഡൻസ് എടുക്കണം ഗൈസ്. ആദ്യത്തെ ചോദിക്കുന്നത് വേറെ എന്തെങ്കിലും കുത്തണം. 28 absent, 29. 30 absent, 31. Thank you. ഇതൊക്കെ ഫ്രണ്ടില് പറഞ്ഞത് ഇതൊക്കെ ഫ്രണ്ടില് ക്ലാസ് മൊത്തം വൈബാണ്. സ്റ്റിക്കർ ആക്കണം. ഗൈസ് അങ്ങനെ കുറെ നാൾക്ക് ശേഷം വീണ്ടും നമ്മുടെ കോളേജ് വ്ലോഗായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ക്ലിപ്പൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇതിൽ മാക്സിമം അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഒരു നീലക്കുയിൽ ഇതവിടെ ഇപ്പുണ്ട്, വീഡിയോ എടുത്തുകൊണ്ട്. അതോടൊപ്പം തന്നെ ബേക്കിൽ ഒരു മെയിൻ കാണിച്ചു പറയും എന്തായി മതിയൊന്നും ഇതിൽ കേൾക്കൂല, മൈക്ക് എൻ്റെ ആണ് കേട്ടോ. അപ്പോൾ 3:30 ആകുമ്പോൾ ഒരു റീൽ എടുക്കും. ഇവന്തിന് നീലക്കുയിൽ കാണിക്കണേ, അതിന്റെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിരിക്കണേ. ഗൈസ് ഇതാണ് BTS. പിന്നെ ഇത് മാങ്ങ കളിച്ചോണ്ടിരുന്നല്ലേ. എന്തെങ്കിലും പറ. ഒന്നുമില്ല പറയാ, നല്ലത് മാത്രം വരട്ടെ. അങ്ങനെ വീണ്ടും അവന് പെണ്ണ് സെറ്റായി. ഞാൻ എല്ലാ സമയത്തും ബ്ലോഗ് എടുത്തോണ്ടിരിക്കുമ്പോ ഇതേപോലെ പട്ടിഷമാണ്. ഹലോ, ആ കരി ഞാനാ, ശിവേട്ടനാ. ആ എന്നിട്ട് എവിടെ നിക്കണത്? ശിവേട്ടാ, അവിടെ ചന്ദ്രനുണ്ടോ? ഇല്ല, ഇവിടെ ശ്രുതിയുണ്ട്. ഈ ഗൈസ് അങ്ങനെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നിരിക്കുകയാണ്. കോളേജിന്റെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഗൈസ്. ഇത് നമുക്ക് കുറച്ച് ഹെർബേറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഗൈസ് വന്നത്. കണ്ട ഗൈസ്, ബൊട്ടാണിക്കൽ ഗാർഡൻ ഗൈസ്. അങ്ങനെ നമ്മൾ അതോട്ട് കയറാൻ പോവുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ ഇതേപോലെ ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഒരിത്. വെട്ടുണ്ടാടേ ക്യാമറയിൽ? ക്യാമറ ഓൺ ചെയ്യുന്നില്ല. ഓരോ ചെടിയിൽ അവർ പേരെഴുതി വെച്ചിട്ടുണ്ട്, കാണാം. എല്ലാം ഉണ്ട്, കണ്ടില്ലേ? കുറേ പൂക്കൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് എടുക്കാനായിട്ടുണ്ട്. ഹെർബേറി ഉണ്ടാക്കാനായിട്ട് തെങ്ങ് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു തോക്ക് മരം. നമുക്ക് ഇങ്ങോട്ട് കയറി നോക്കാം. ഇവിടെയും ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെയും ഓരോ പ്ലാന്റ്സും അങ്ങനെയൊക്കെ ഉണ്ട്. ബോട്ടണി പിടിക്കുന്നുണ്ട്, അറിഞ്ഞുകൂടാ, അത് വേറൊരു കാര്യം. പിന്നെ ഓരോ ചെടികൾ അവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗീസ്. നമുക്ക് ഹെർബേറി ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഓരോന്ന് ഗൂഗിൾ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ സാധനം എടുക്കുന്നത്. ബ്ലൈഡ് വെച്ചിട്ടാണ് അറുത്തെടുക്കണം. ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച? ഒരു കുളിസീൻ. പിന്നെ കുളിയേ ദൈവമേ, കുളി കഴിഞ്ഞ് പോയിക്കാണോ? വേറെ അവിടെ ഡിലീറ്റ് ആലോചിക്കാം. ഇതെനിക്ക് എല്ലാം സ്കാൻ ചെയ്ത് പേര് എനിക്ക് വാട്സപ്പ് ഇട്ട് തരണം. ഓക്കെ, നടാ. ആ, നീ അത് പറഞ്ഞാടാ, എന്തിനാണത്? അല്ല, അടുത്തത് ഞാൻ വ്ലോഗ് അല്ലല്ലോ അതെടുത്ത്, അത് സ്റ്റിക്കർ ആക്കാം. നീ മതില് അറിഞ്ഞത് നീ ഉണ്ടല്ലോ എൻ്റെ അടുത്ത്. ഇവിടെ ഇനി കുറച്ച് പ്ലാന്റ്സ് നമുക്ക് കളക്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് ഹെർബേറിയത്തിനുള്ള പ്ലാന്റ്സ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാം അവിടെ മുടിയൊക്കെ. അപ്പോൾ ഇനി നമുക്ക് അതിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ അകത്ത് വയ്ക്കാം, അതൊക്കെ കാണാം. അതോടൊപ്പം തന്നെ ഇനി വൈകിട്ട് ചിലപ്പോൾ റീലെടുക്കും, ചിലപ്പോഴില്ല, മിക്കവാറും റീലെടുക്കും. ഹേ ഗൈസ്, അപ്പോൾ അങ്ങനെ കോളേജിൽ കുറച്ച് റീൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, അതായത് ഇലക്ഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഹെർബേറിയത്തിന് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നല്ല, അതായത് പ്ലാന്റ്സ് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ്
ഇതിനു മുമ്പ് ഞാൻ കളക്ട് ചെയ്തതെല്ലാം പൂത്തിരിക്കും. ഇന്നലെയും എനിക്ക് കുറച്ച് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, തണുപ്പടിച്ച് വീണ്ടും മുഞ്ചി. ഇനി അതെല്ലാം ഒന്നേന്ന് കളക്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇന്ന് കളക്ട് ചെയ്തത് ഫുള്ള് പോകാനാണ് ചാൻസ്. ഇതാ അടിപൊളി മഴ ഇതാ വെളിയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും ഈ ഹെർബേറിയം ഉണ്ടാക്കുന്നത് വലിയ ടാസ്ക്കാണ്. അതായത് ഇത് ബോട്ടണി സ്റ്റുഡൻറ്റിന് എന്തായാലും റിലേറ്റ് ആകും. അപ്പോൾ തേർഡ് ഇയർ ആകുമ്പോഴായിരിക്കും കൂടുതലും റിലേറ്റ് ആവണത്. ഇനി എല്ലാം ഒന്നേന്ന് ചെയ്യണം. ഇത് മിക്കവാറും ഇന്നെടുത്തത് ഫുള്ളും ഒന്നേന്ന് ചെയ്യാനായിട്ട് വീണ്ടും വരും. അപ്പോൾ ഞാൻ 5-6 പ്ലാൻസ് ഞാൻ ഇതിന് മുമ്പ് കളക്ട് ചെയ്തായിരുന്നു. അത് എല്ലാം ഇനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. എന്താ വലിയ അവസ്ഥ.